ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. C5 വഴി ഇന്ന് OTT റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. ഹിസാബ് ബറാബർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അശ്വനി ധീർ സംവിധാനം ചെയ്ത സിനിമയാണ്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ 55ാമത് IFFK പ്രദർശിപ്പിച്ച സിനിമയാണ്. ഇപ്പോൾ C5 OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മാധവനാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം. മാധവൻ കൂടാതെ നീൽ നിതിൻ മുകേഷ്, കീർത്തി കുൽഹാരി എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു ആക്ഷേപഹാസ്യ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് ഈ സിനിമ എന്നുള്ളത്. ഈ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിയാൽ, നമ്മുടെ ട്രെയിനിൽ ടിക്കറ്റ് ചെക്കറായുള്ള നമ്മുടെ നായകന് ബാങ്ക് ഇടപാടുകളിലെ ചെറിയ ചെറിയ സംഭവങ്ങൾ, അതായത് ചെറിയ ചെറിയ ബാങ്ക് സ്കാം എന്ന് തന്നെ പറയാം, ചെറിയ ചെറിയ സംഭവങ്ങളായിരിക്കും. അത് മനസ്സിലാക്കി ചെയ്ത് ഭയങ്കരമായിട്ട് കണക്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പൊ ചെറിയ ചെറിയ 20 രൂപ, 10 രൂപ, 17 രൂപ ആ റേഞ്ചിലുള്ള സ്കാമുകൾ കണ്ടെത്തുന്നതും അതിനെ തുടർന്ന് ബാങ്കിനെതിരെ പോരാടുന്നതുമാണ്. അതിനെ തുടർന്ന് നമ്മുടെ നായകന്റെ ലൈഫിൽ ഉണ്ടാകുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നതാണ്. ഏകദേശം 2 മണിക്കൂറിന് അടുത്താണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ബാങ്ക് സ്കാം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ബാങ്ക് സ്കാമിലെ ആ ഒരു ജേണലുള്ള മൂവി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമയായിരിക്കും. അത് നമ്മളെ അത്രയും എന്താ പറയുക, എൻഗേജിങ് ആയിട്ട് നമ്മളെ ഇരുത്തിക്കുന്നുണ്ട്, സിനിമ കാണാൻ ഇരുത്തിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സിനിമ എന്നുള്ളത് ആ ഒരു ഫാക്ടർ ഇതിനില്ല എന്നുള്ളതാണ്. നമ്മൾ സാധാരണക്കാരായ ആൾക്കാർക്ക് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്നില്ല. അതാണ് ഈ സിനിമയുടെ ഒരു ഡ്രോബാക്ക് എന്നുള്ളത്. തിരക്കഥ മോശമായി എന്നുള്ളതാണ്. സ്റ്റോറി പ്ലോട്ട് നല്ലൊരു പ്ലോട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ തിരക്കഥ വളരെ മോശമായി എന്ന് തന്നെ പറയാം. പെർഫോമൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്നിക്കൽ സൈഡുകളും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ തിരക്കഥ മോശമായി പോയി എന്നുള്ളതാണ്. തിരക്കഥ ഒന്നുകൂടി ഒന്ന് ബലമാക്കാമായിരുന്നു തോന്നുന്നു. ക്ലൈമാക്സിലൊക്കെ എന്തൊക്കെയോ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെ കൂടെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഇമോഷണലി നമുക്ക് കണക്റ്റ് ആവാത്ത രീതിയിലാണ്, ഒരു വൗ ഫാക്ടർ കാര്യങ്ങളൊന്നും വരാത്ത രീതിയിലാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ്. 2 മണിക്കൂറിന്റെ അടുത്ത സിനിമയുടെ ദൈർഘ്യം വരുന്നുണ്ട്. ഇവിടെ വലിയ രീതിയിൽ ബോറടിപ്പിക്കുന്നൊന്നും ഇല്ലെങ്കിലും പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളൊക്കെ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് വൺ ടൈം വാച്ചബിളും പറയല, ഒരു എവറേജും പറയാൻ പറ്റില്ല, ഒരു ബിലോ എവറേജ് അനുഭവമാണ് ഈ ഒരു സിനിമ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഹിസാബ് ബറാബർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കണ്ടു നോക്കുക. മാധവിന്റെ ഒക്കെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ, എല്ലാവരുടെയും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. പക്ഷെ തിരക്കഥ കുറച്ച് വീക്കായി പോയി എന്നുള്ളതാണ് സിനിമയുടെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.